ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡി സ്റ്റവർ ആരംഭിക്കുന്നു. സമാധാനം മുൻനിർത്തിയുള്ള ഇറാൻ അമേരിക്ക ധാരണാപത്രത്തിൽ ഇന്ന് രാത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കും. നാവിക ഉപരോധം ഉടൻ പിൻവലിക്കുമെന്നും ഹോർമുസ് കടലിടുക്ക് യാതൊരു ഫീസും ഏർപ്പെടുത്താതെ ഇറാൻ ഉടൻ തുറക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ധാരണാപത്രത്തിൽ ഇല്ലാത്ത വ്യവസ്ഥകൾ പ്രഖ്യാപിച്ച് കൃത്രിമ വിജയം പ്രദർശിപ്പിക്കാൻ ട്രംപ് തുനിയുന്നതായി ഇറാൻ ആരോപിച്ചു. ആണവ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ ഇന്ന് രാത്രി വൈറ്റ് ഹൌസിൽ നിർണായക യോഗം വിളിച്ചു ചേർത്തതായി ട്രംപ് അറിയിച്ചു. MCA നാസർ വിവരങ്ങൾ നൽകും. നാസർ, നമുക്കറിയാം ഈ ചർച്ചകളുടെ ഇറാൻ US ചർച്ചകളുടെ പ്രാരംഭഘട്ടം മുതൽ തന്നെ ഹോർമുസിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യാതൊരു ഫീസും ഏർപ്പെടുത്താതെ ഹോർമുസ് തുറന്നു കൊടുക്കണമെന്നുള്ളൊരു ആവശ്യം ട്രംപ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ധാരണാപത്രത്തോട് ഇറാന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നിജമായി അല്പം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് ട്രംപ് ഹോർമുസിലെ ഇപ്പോഴുള്ള നിയന്ത്രണം പൂർണ്ണമായിട്ട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടതായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഏതാനും ആഴ്ചകളായി തുടരുന്ന നാവിക ഉപരോധം അമേരിക്ക പൂർണ്ണമായിട്ടും പിൻവലിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ കപ്പൽപാത ഫീസൊന്നും കൂടാതെ തന്നെ കപ്പലുകൾക്ക് കടന്നു പോകാൻ സ്വതന്ത്രമായി തന്നെ തുറന്നു കൊടുക്കാൻ ഇറാൻ തയ്യാറാകണം എന്നുകൂടി നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പാകിയിരിക്കുന്ന മൈനുകൾ നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇറാനായിരിക്കുമെന്ന് കൂടി ഈ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ട്രംപ് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെയാണ് ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നത് സംബന്ധിച്ചും ഇറാൻ ഏറെക്കുറെ ഉറപ്പ് നൽകി എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ ഏറെക്കുറെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് അല്പം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. അവർ വ്യക്തമാക്കുന്നത് ഈ വ്യവസ്ഥയിൽ പറയാത്ത പല കാര്യങ്ങളുമാണ് ട്രംപ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ കരാർ ഒരു പൂർണ്ണതയിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. കാരണം ഈ രാത്രിയിലും ആശയവിനിമയം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്തിമമായിട്ടുള്ള ഒരു കരാറിൽ എത്തി എന്ന് ട്രംപ് പറയുന്നത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെയാണ് ഇല്ലാത്ത വ്യവസ്ഥകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സമീപനമാണ് മുമ്പ് പല ഘട്ടങ്ങളിലും എന്നതുപോലെ ട്രംപ് ഇത്തവണയും സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ആണവ സാമഗ്രികൾ ഇറാൻ നശിപ്പിക്കുമെന്നതാണ്. കാരണം ആണവ വിഷയം എന്നത് ഈ ആദ്യഘട്ടത്തിൽ ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല. അത് ഈ 2 മാസം നീണ്ടു നിൽക്കുന്ന ഇടക്കാല വെടിനിർത്തലിന്റെ ഒരു ഘട്ടത്തിൽ മാത്രം ചർച്ച ചെയ്യുക എന്നതാണ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന ധാരണ. അതോടൊപ്പം തന്നെ വ്യവസ്ഥയുടെ ഭാഗമായി പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ട്രംപ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടെ തടഞ്ഞുവെച്ച സ്വത്തുക്കൾ $12 ബില്യൺ വരുന്ന ആ സ്വത്തുക്കൾ ഉടൻ തന്നെ കൈമാറും എന്നത് രണ്ടു കൂട്ടർക്കുമിടയിൽ ഏറെക്കുറെ ധാരണ രൂപപ്പെട്ട ഒരു കാര്യമാണ്. അതേക്കുറിച്ച് ട്രംപ് മൗനം പാലിക്കുകയാണ്. മറ്റൊന്നുള്ളത് ലെബനാനിൽ തുടരുന്ന ഈ ആക്രമണ പരമ്പരകൾ അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. അതായത് ലെബനാനിലെ യുദ്ധവിരാമം എന്നത് ഇറാൻ അമേരിക്ക കരാറിന്റെ അടിസ്ഥാന ഭാഗമാണ് എന്നുകൂടി ഈ കരാർ വ്യവസ്ഥകളിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഏറെക്കുറെ ധാരണ രൂപപ്പെട്ടതാണ്. പക്ഷെ അത് സംബന്ധിച്ചും ട്രംപ് മൗനം പാലിക്കുകയാണ്. ഈ സ്വഭാവത്തിൽ ട്രംപ് ഇത് പറയുന്നത് ഒരു വ്യാജ വിജയം ഉദ്ഘോഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയുടെ ഒരു ഭാഗമായിട്ടാണ് എന്നാണ് തങ്ങൾക്ക് മനസ്സിലാവുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഈ കാര്യങ്ങൾ ആ യോഗത്തിലൊക്കെ എന്ത് തന്നെ തീരുമാനമെടുത്താലും പിന്നീടുള്ള ട്രംപിന്റെ നിലപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണോ യോഗത്തിലെ തീരുമാനം അതിന് വിപരീതമായിട്ടുള്ള ഒരു നിലപാടാണ് ട്രംപ് എടുക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് നടക്കാനിരിക്കുന്ന നിർണായക യോഗത്തിൽ നമ്മൾ എന്ത് പ്രതീക്ഷയാണ് വെക്കേണ്ടത്? തീർച്ചയായിട്ടും ലോകം തന്നെ ഇത് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. പല ഘട്ടങ്ങളിൽ പല അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രതികരണമായിരിക്കും മറ്റൊരു രൂപത്തിൽ ട്രംപിലൂടെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരിക്കില്ല ട്രംപ് പറയുന്നത്. പക്ഷേ വിപണിയുടെ താല്പര്യങ്ങൾ, തൻ്റെതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിരന്തരമായിട്ട് നിലപാടുകൾ മാറ്റുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലക്ക് ട്രംപിനെ ഏതർത്ഥത്തിൽ വിശ്വസിക്കാൻ സാധിക്കും എന്നത് അത് ഇറാൻ മാത്രമല്ല ഈ വിശ്വാസ്യത നഷ്ടമുണ്ടത് ലോകത്തിന് ഒന്നാകെ തന്നെ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നതാണോ നടക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ളതാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന കൃത്യമായിട്ടുള്ളൊരു അനിശ്ചിതത്വം ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഇന്ന് രാത്രി നിർണായകമായിട്ടുള്ളൊരു യോഗമാണ് വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആ യോഗത്തിൽ അന്തിമമായിട്ടുള്ള ഈ പത്രവുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീർപ്പിൽ താൻ എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ എന്തായിരിക്കും ആ അന്തിമ തീർപ്പ്? അത് നേരത്തെ ഇപ്പോൾ രണ്ടു കൂട്ടർക്കുമിടയിൽ ആഴ്ചകൾ നീണ്ടുവന്ന
ചർച്ചയിലൂടെ വന്ന വ്യവസ്ഥകളുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒപ്പുവെക്കലായിരിക്കുമോ നടക്കുക എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഇന്ന് രാത്രി ചേരുന്ന യോഗാനന്തരം മാത്രമേ ഒരു കൃത്യതയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഇന്ന് വൈകിട്ട് ചർച്ച നടന്നത്. ഏതായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആശയവിനിമയം തുടരുന്നതായിട്ട് എല്ലാ മധ്യസ്ഥ രാജ്യങ്ങളും ഈ രാത്രിയിലും വ്യക്തമാക്കുന്നുണ്ട്. ഇനിയുള്ളത് ഈ ധാരണാപത്രം ഒപ്പുവെക്കുകയാണെങ്കിൽ ലഭ്യമാവുന്ന വിവരപ്രകാരം 2 മാസത്തേക്കായിരിക്കും നിലവിലുള്ള വെടിനിർത്തൽ കരാർ ദീർഘിപ്പിക്കുക. അതിനിടയിൽ ഹോർമസിനെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കുന്നു. അവിടെ കെട്ടിക്കിടക്കുന്ന 2000-ലധികം വരുന്ന കപ്പലുകൾക്ക് ഫീസൊന്നും കൂടാതെ തന്നെ ഹോർമസ് കടക്കാനുള്ള സൗകര്യം ഒരുങ്ങും എന്നതാണ് ഈ വ്യവസ്ഥ. ഇപ്പോൾ നമ്മൾ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് തന്നെ എത്ര കണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കുമെന്നെ സംബന്ധിച്ച ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഹോർമസിനെ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാക്കുന്ന ഒരു അവസ്ഥ രൂപപ്പെടും. ഈ 2 മാസ കാലയളവിലായിരിക്കും ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാനും അമേരിക്കയും തമ്മിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ ചർച്ച നടക്കും. എന്തായാലും ആണവ സാമഗ്രികൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാനോ ഒരു നീക്കവുമില്ല എന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമസിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് വകവെച്ചു കൊടുക്കാനോ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങാനോ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൂടിയാണ് അല്പം മുമ്പ് പുറത്തിറക്കിയിരിക്കുന്ന പ്രതികരണത്തിൽ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കാരണം ഹോർമസിന്റെ നിയന്ത്രണം എന്നത് അതിന്റെ ഭാവി നടത്തിപ്പ് എന്നത് ഇറാനും ഒമാനും മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമായിരിക്കും. അവിടെ പശ്ചിമേഷ്യൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് അതിൽ യാതൊരു ഇടപാടുമില്ല എന്ന് കൂടി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കലിന്റെ സ്വരത്തിൽ തങ്ങളെ കൊണ്ട് കാര്യങ്ങൾ അംഗീകരിപ്പിക്കാമെന്ന് ഒരു പടിഞ്ഞാറൻ രാജ്യവും അമേരിക്ക ഉൾപ്പെടെ ഒരു പടിഞ്ഞാറൻ രാജ്യവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ വാക്കുകളെ തങ്ങൾ ഒട്ടും വിശ്വാസത്തിൽ എടുക്കുന്നില്ല, നേരെ മറിച്ച് ആക്ഷനാണ് പ്രധാനം, അത്തരം പ്രവർത്തനങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടായിരിക്കും തങ്ങളുടെ തുടർ നീക്കങ്ങൾ എന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തെ നേരിടാൻ രാജ്യം സർവ്വ നിലക്കും സജ്ജമാണ് എന്നുകൂടി മുഹമ്മദ് ബാക്കർ കാലിബാഫും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നടക്കുന്ന ആ നിർണായകമായിട്ടുള്ള യോഗത്തോടു കൂടി മാത്രമായിരിക്കും ഈ ഇടക്കാല ധാരണാപത്രം നിലവിൽ വരുമോ, അതോടുകൂടി ഹോർമസ് തുറക്കപ്പെടുമോ, അവിടെ നാവിക ഉപരോധം പൂർണ്ണമായിട്ടും അമേരിക്ക പിൻവലിക്കുമോ, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അവിടെ നിന്ന് മാറുമോ എന്നതുൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭ്യമാവുക ഈ ഒരു നിർണായക യോഗത്തോടു കൂടി മാത്രമായിരിക്കും. നജ്മ, ശരി. ഇറാൻ US യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ ധാരണയുമായൊക്കെ ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് നിർണായക യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക്. വിവരങ്ങളാണ് MC നാസർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ചർച്ച നടത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫോൺ വഴിയായിരുന്നു ഇരുവരും തമ്മിലുള്ള ആശയവിനിമയം. മേഖലയുടെ സുരക്ഷ കണക്കിലെടുത്ത് നയതന്ത്ര സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അമീർ ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ നൽകുന്ന പിന്തുണയ്ക്ക് ട്രംപ് അമീറിന് നന്ദി അറിയിച്ചു. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ഭൂരിഭാഗം ഹാജിമാരും ഇന്ന് മിനായിൽ നിന്നും മടങ്ങി. ഇന്ത്യൻ തീർത്ഥാടകരും ഇന്ന് വൈകുന്നേരത്തോടെ താമസ കേന്ദ്രങ്ങളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. മലയാളി ഹാജിമാർ നാളെയുള്ള കല്ലേറ് കർമ്മം പൂർത്തിയാക്കിയാണ് മടങ്ങുക. ഹജ്ജിന്റെ 5ാം ദിനം കല്ലേറ് കർമ്മം പൂർത്തിയാക്കി ഭൂരിഭാഗം ഹാജിമാരും മിനയോട് വിട പറഞ്ഞു. ബാക്കി ഹാജിമാർ നാളെ കൂടി ജംറകളിൽ എറിഞ്ഞാണ് മടങ്ങുക. ജംറത്തുൽ ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ കുബ്ര എറിഞ്ഞ് തിരിച്ചു പോവുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇനി ഞങ്ങൾ തവാഫ് ചെയ്യാൻ കഴിഞ്ഞ് റൂമിലോട്ട് പോകും. ഇതോടുകൂടി ഞങ്ങൾ ഹജ്ജ് പൂർത്തിയായി. മലയാളി ഹാജിമാർ നാളത്തെ കല്ലേറ് കർമ്മം നിർവഹിച്ച് താമസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്തും. ദുൽഹജ്ജ് 8-ന് തുടങ്ങുന്ന ഔദ്യോഗിക കർമ്മങ്ങൾക്ക് ശേഷം ദുൽഹജ്ജ് 12-ന് ഇന്ന് കർമ്മങ്ങൾ അവസാനിപ്പിച്ച് പല ഹാജികളും ഇന്ന് മടങ്ങുകയാണ്. നേരത്തെ നാട്ടിലേക്ക് മടങ്ങേണ്ടവർക്ക് ഇങ്ങനെയൊരു സൗകര്യം ഉപയോഗപ്പെടുത്താം എന്നുള്ള നിർദ്ദേശം കൂടി പരിഗണിച്ചിട്ടാണത്. മറ്റു ചില ഹാജിമാർ ഇന്നുകൂടി മിനായിൽ തങ്ങിയിട്ട് നാളെ കൂടി ജംറയിൽ എറിഞ്ഞിട്ടാണ് മടങ്ങുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതോടെ ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. കേരളത്തിൽ നിന്നുള്ള ഹാജിമാർ മദീന സന്ദർശനം പൂർത്തിയാക്കി മദീന വഴിയാണ് നാട്ടിലേക്ക് മടങ്ങുക. കർമ്മങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് ഹാജിമാർ മിനയോട് വിട പറയുന്നത്.
മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1. സൗദിയിൽ ഇത്തവണത്തെ ഹജ്ജ് സീസണിൽ സജീവമായ ഹറമൈൻ ട്രെയിൻ സേവനം. സീസണിൽ 8 ലക്ഷത്തിലധികം പേർ സേവനം ഉപയോഗിച്ചുവെന്നാണ് കണക്ക്. 9.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ മശായിർ മെട്രോ ഉപയോഗിച്ചുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഹറമൈൻ അതിവേഗ ട്രെയിൻ വഴി 8,30,000-ലധികം പേരാണ് യാത്ര ചെയ്തത്. 9,61,000-ലധികം തീർത്ഥാടകർ മശായർ മെട്രോ ട്രെയിൻ ഉപയോഗിച്ചും യാത്ര ചെയ്തു. ഹജ്ജ് സീസണിലെ പെരുന്നാൾ ദിവസം വരെയുള്ള കണക്കുകളാണിത്. സൗദി ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റേതാണ് കണക്ക്. തീർത്ഥാടകരെ മിന, അറഫ, മുസ്തലിഫ എന്നീ പുണ്യസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മശായിർ മെട്രോ നിർണായക പങ്കുവഹിച്ചു. ഹജ്ജിന്റെ തിരക്ക് കുറക്കുന്നതിലും വേഗതയേറിയ യാത്ര ഉറപ്പാക്കുന്നതിലും ഹറമൈൻ അതിവേഗ ട്രെയിനുകൾ സജീവമായിരുന്നു. മക്കയെയും മദീനയെയും ബന്ധിപ്പിക്കുന്നതാണ് ഹറമൈൻ അതിവേഗ ട്രെയിൻ സേവനം. തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യം ഉറപ്പാക്കാൻ അധിക സർവീസുകളും ഏകോപിത നിയന്ത്രണ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്കായി നിരവധി വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് രാജ്യം ഇത്തവണ നടപ്പാക്കിയത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തികൾക്ക് വേഗത കൂട്ടി സൗദി അറേബ്യ. 16,000 ടണ്ണിലധികം മാലിന്യമാണ് ഈ സീസണിൽ ഇതുവരെ നീക്കിയത്. തീർത്ഥാടകരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വിവിധ പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട്. ഈ സീസണിൽ ഇതുവരെ ഒരു ഭക്ഷ്യവിഷബാധ കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അത്യാധുനിക സജ്ജീകരണങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. തീർത്ഥാടകർ മിനായിൽ നിന്നും അറഫയിലേക്ക് നീങ്ങിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മിനാ പ്രദേശം പൂർണ്ണമായും ശുചീകരിച്ചു. ശുചിത്വത്തോടെയുള്ള തീർത്ഥാടകരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും വലിയ ജാഗ്രതയാണ് ഭരണകൂടം പുലർത്തിയത്. മക്ക മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലാണ് വൻ ശുചീകരണ യജ്ഞം. ഹജ്ജ് സീസണിൽ മാത്രം പുണ്യസ്ഥലങ്ങളിൽ നിന്നായി 16,000 ടണ്ണിലധികം മാലിന്യമാണ് നീക്കം ചെയ്തത്. പ്രതിദിനം നീക്കം ചെയ്യുന്നത് ശരാശരി 200 ടണ്ണിലധികം മാലിന്യമാണ്. 22,000-ലധികം ശുചീകരണ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് സേവനം നൽകുന്നത്. 24 മണിക്കൂറും തുടരുന്നതാണ് പ്രവർത്തനങ്ങൾ. ഉയർന്ന ജനസാന്ദ്രതയുള്ള മേഖലകളിൽ പ്രത്യേകമായ അണുനാശിനി തളിക്കലും പ്രതിരോധ ചികിത്സയും അധികൃതർ ഉറപ്പുവരുത്തുന്നുണ്ട്. അത്യാധുനിക സജ്ജീകരണങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. തീർത്ഥാടകർ മിനായിൽ നിന്നും അറഫയിലേക്ക് നീങ്ങിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മിനാ പ്രദേശം പൂർണ്ണമായും ശുചീകരിച്ചു. ശുചിത്വത്തോടൊപ്പം തീർത്ഥാടകരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും വലിയ ജാഗ്രതയാണ് ഭരണകൂടം പുലർത്തിയത്. ഹജ്ജ് വേളയിൽ മക്കയിലെയും പുണ്യസ്ഥലങ്ങളിലെയും ഹോട്ടലുകളിലും കാറ്ററിംഗ് കേന്ദ്രങ്ങളിലും 38,000-ലധികം കർശന പരിശോധനകളാണ് നടത്തിയത്. സീസണിൽ ഇതുവരെ ഒരു ഭക്ഷ്യവിഷബാധ കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു മടങ്ങുന്ന തീർത്ഥാടകർ പ്രതിരോധ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. മടങ്ങിയെത്തുന്ന തീർത്ഥാടകർ 21 ദിവസം സ്വന്തം ആരോഗ്യം സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. പനി, ചുമ, ശ്വാസതടസ്സം, വയറിളക്കം, ചർമ്മത്തിലെ ചുണങ്ങ് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ കേന്ദ്രമോ ആശുപത്രിയോ സന്ദർശിക്കണം. ശ്വസന പ്രശ്നങ്ങൾ ഉള്ളവർ മാസ്ക് ധരിക്കുകയും പ്രായമായവരുമായും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരുമായും സമ്പർക്കം ഒഴിവാക്കുകയും വേണം. വ്യക്തിശുചിത്വം കർശനമായി പാലിക്കണമെന്നും കൂടുതൽ വിവരങ്ങൾക്ക് 151 ഹോട്ട്ലൈനിൽ ബന്ധപ്പെടാമെന്നും മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് സീസൺ വിജയകരമായി പൂർത്തിയാക്കിയ സൗദി അറേബ്യയ്ക്ക് അഭിനന്ദന സന്ദേശങ്ങൾ അയച്ച് കുവൈത്ത് നേതൃത്വം. അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് ജാബർ അസബ, സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിനും കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനും അഭിനന്ദനങ്ങൾ അറിയിച്ചു. കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് ഹമദ് അസബാഹും പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അസബാഹും സൗദി നേതൃത്വത്തിന് പ്രത്യേക സന്ദേശങ്ങൾ അയച്ചു. ലോക മുസ്ലിങ്ങൾക്ക് സുഗമമായ ഹജ്ജ് അനുഭവം ഒരുക്കിയ സൗദി അറേബ്യയുടെ ശ്രമങ്ങൾക്ക് കുവൈത്ത് നേതൃത്വം നന്ദി രേഖപ്പെടുത്തി. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം വിജയകരമായി പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ സൗദി ഭരണാധികാരികൾക്ക് അഭിനന്ദനം അറിയിച്ച് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്. സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ആൽ സൗദിനും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ആൽ സൗദിനും സുൽത്താൻ അഭിനന്ദന സന്ദേശം അയച്ചു. ഹജ്ജ് വർഷം തോറും കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കാൻ സൗദിക്ക് സാധിക്കുന്നുണ്ടെന്നും സുൽത്താൻ പ്രശംസിച്ചു. സൗദി അറേബ്യയ്ക്ക് തുടർന്നും ഇത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും സുൽത്താൻ സന്ദേശത്തിൽ പറഞ്ഞു. ഖത്തറിൽ എൻട്രി വിസകൾക്ക് നൽകിയിരുന്ന ഇളവുകൾ അവസാനിപ്പിച്ച ആഭ്യന്തര മന്ത്രാലയം. വിസകൾക്ക് താൽക്കാലികമായി കാലാവധി നീട്ടി നൽകിയിരുന്ന നടപടിയാണ് നിർത്തലാക്കിയത്. ജൂൺ 7 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് എൻട്രി വിസകൾക്ക് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം താൽക്കാലികമായി കാലാവധി നീട്ടി നൽകിയിരുന്നത്. മാർച്ച് 3 മുതലാണ് വിസ കാലാവധി നീട്ടി നൽകുന്ന നടപടി മന്ത്രാലയം ആരംഭിച്ചത്. ഈ ആനുകൂല്യമാണ് നിർത്തലാക്കുന്നത്. രാജ്യത്ത് കാലാവധി കഴിഞ്ഞതോ അവസാനിക്കാറായതോ ആയ എല്ലാത്തരം എൻട്രി വിസകൾക്കും നൽകിയിരുന്ന ഇളവുകൾ നിർത്തുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി.
ഇതോടെ ജൂൺ 7 മുതൽ രാജ്യത്തെ എല്ലാ സന്ദർശക വിസകൾക്കും നേരത്തെയുള്ള നിയമങ്ങൾ ബാധകമായിരിക്കും. വിസ കാലാവധി, പുതുക്കുന്നതിനുള്ള ഫീസുകൾ എന്നിവ പഴയതുപോലെ തുടരും. രാജ്യത്തുള്ള എല്ലാ താമസക്കാരും സന്ദർശകരും വിസ സ്റ്റാറ്റസ് പരിശോധിക്കുകയും പുതുക്കേണ്ടവർ പുതുക്കുകയും ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങളും പിഴകളും ഒഴിവാക്കാൻ എല്ലാവരും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. മീഡിയ 1 ദോഹ. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ കർശന മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡുകൾ ഓൺലൈൻ വെബ്സൈറ്റുകളിലൂടെയും മറ്റും വിൽപ്പന നടത്തുന്നുണ്ടെന്നും അവ വാങ്ങുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 2 ബില്യൺ ദിർഹം വരെ പിഴ ലഭിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംശയാസ്പദമായ വെബ്സൈറ്റുകൾ വഴിയും ഓൺലൈൻ പേജുകൾ വഴിയും പ്രൊമോട്ട് ചെയ്യുന്ന മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്നാണ് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തിന് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ വ്യാജ പ്ലാറ്റ്ഫോമുകൾ വഴി ബാങ്കിംഗ് ഡാറ്റയും ക്രെഡിറ്റ് കാർഡുകളും വിൽക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ സംഘത്തിന് UAE-യിലും ഇടനിലക്കാരുണ്ട്. തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നോ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നോ അപ്രതീക്ഷിതമായി തുക കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. കൃത്യസമയത്തുള്ള ഇടപെടൽ മോഷ്ടിച്ച പണം വീണ്ടെടുക്കാനും നഷ്ടം കുറയ്ക്കാനും സഹായിക്കും. യഥാർത്ഥ സേവനദാതാക്കളെ പോലെ തോന്നിപ്പിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ കാർഡ് വിവരങ്ങൾ നൽകുന്നതിലൂടെയോ വ്യാജ പേയ്മെന്റ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെയോ ആളുകൾ പലപ്പോഴും അറിയാതെ തട്ടിപ്പിനിരയാകുന്നുണ്ട്. ഇതിൽ ജാഗ്രത വേണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. UAE-യിൽ ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് 2 ലക്ഷം ദിർഹം മുതൽ 2 മില്യൺ ദിർഹം വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ്. മീഡിയ 1 ദുബായ്. പെരുന്നാൾ അവധി ആഘോഷിക്കാൻ പുറത്തിറങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി ദുബായ് RTA. റോഡുകളിലെ തിരക്ക് കണക്കിലെടുത്ത് സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. പെരുന്നാൾ അവധി ആഘോഷവേളയിൽ ദുബൈയിലെ നിരത്തുകളിൽ ഗതാഗത തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് RTA നിർദ്ദേശം. യാത്രക്കാർക്ക് തിരക്കില്ലാതെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിനായി സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം ദുബായ് മെട്രോ ഉപയോഗിക്കാൻ അധികൃതർ അഭ്യർത്ഥിച്ചു. യാത്രക്കാരുടെ സൗകര്യാർത്ഥം വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുണ്ട്. സെന്റർ പോയിന്റ്, ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ്, ആൻഡ് നാഷണൽ പെയിന്റ് എന്നീ സ്റ്റേഷനുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് മെട്രോയിൽ യാത്ര തുടരാമെന്ന് അധികൃതർ അറിയിച്ചു. എമിറേറ്റിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൂടുതൽ ബസ് സർവീസുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ മെട്രോയുടെ പ്രവർത്തന സമയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ RTA ഔദ്യോഗിക വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ സന്ദർശിക്കാം. മീഡിയ 1. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രണ്ടാമത്തെ രാജ്യമായി ഒമാൻ. US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ 2026 ആഗോള സുരക്ഷാ സൂചികയിലാണ് ഒമാൻ ഈ നേട്ടം കൈവരിച്ചത്. ആഗോളതലത്തിൽ സമാധാനത്തിന്റെയും സുരക്ഷിതത്തിന്റെയും ഇടമായി ഒമാൻ വീണ്ടും തിളങ്ങുകയാണ്. ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് സുൽത്താനറ്റ് എത്തിയത്. അന്താരാഷ്ട്ര മാധ്യമമായ US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ 2026 ആഗോള സുരക്ഷാ സൂചികയിലാണ് ഒമാന്റെ ഈ നേട്ടം. ലോകത്തിലെ 100ഓളം രാജ്യങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ സമഗ്രമായ വിലയിരുത്തലിലാണ് ഒമാൻ മുൻപന്തിയിലെത്തിയത്. രാജ്യത്തെ കൊലപാതക നിരക്ക്, ഭീകരവാദ ഭീഷണികൾ, പൊതുജനങ്ങളുടെ സുരക്ഷ എന്നിവയെല്ലാം മുൻനിർത്തിയാണ് റാങ്കിംഗ് നിശ്ചയിച്ചത്. US ന്യൂസിന്റെ മികച്ച രാജ്യങ്ങൾ, സിവിക് ഹെൽത്ത് എന്നീ വിഭാഗങ്ങളിലെ വിലയിരുത്തലിലും ഒമാന്റെ സുരക്ഷാ മികവ് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സുരക്ഷയുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ സിംഗപ്പൂരാണ് 1ാം സ്ഥാനത്ത്. ജപ്പാൻ 3ാം സ്ഥാനത്തുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഖത്തർ 4ാമതായും വിയറ്റ്നാം 5ാമതായും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാജ്യത്തെ മാതൃകാപരമായ നിയമപാലനവും ആഭ്യന്തര സുരക്ഷിതത്വവും ഒമാനെ ആഗോള നിക്ഷേപകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റുകയാണ്. മീഡിയ 1 മസ്കത്ത്. കുവൈത്ത് വൈദ്യുതി ജലമന്ത്രി ഡോക്ടർ സാബിഹ അൽ മുഖൈസിം ഈദ് ദിനത്തിൽ അൽസൂർ സൗത്ത് വൈദ്യുതി ജലനിലയം സന്ദർശിച്ചു. മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ആദിൽ അൽ സമലും ഉദ്യോഗസ്ഥരും സന്ദർശനത്തിൽ പങ്കെടുത്തു. ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരെ അഭിനന്ദിച്ച മന്ത്രി നിലയത്തിന്റെ പ്രവർത്തന സംവിധാനങ്ങളും ഉൽപാദന നിലവാരവും നേരിട്ട് വിലയിരുത്തി. അവധിക്കാലത്തും തടസ്സമില്ലാതെ സേവനം ഉറപ്പാക്കുന്ന ജീവനക്കാരുടെ പ്രതിബദ്ധതയെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു. രാജ്യത്തിന്റെ ജലവൈദ്യുതി സുരക്ഷ കാത്തുസൂക്ഷിക്കുന്നതിൽ ഫീൽഡ് ജീവനക്കാർ നിർവഹിക്കുന്ന നിർണായക പങ്ക് മന്ത്രി എടുത്തു പറഞ്ഞു. ഒമാനിൽ ബലിപെരുന്നാൾ ആഘോഷങ്ങൾ തുടരുന്നു. നാടിന്റെ പാരമ്പര്യവും പൈതൃകവുമായി ആഴത്തിൽ വേരൂന്നിയതുകൂടിയാണ് ഒമാനി ഈദ് ആഘോഷങ്ങൾ. നാടോടി നൃത്തങ്ങളും കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും ഓട്ടമത്സരവും ശുഭാനിർമ്മാണവുമൊക്കെയായി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാവും ഒമാനിൽ നടക്കുക. ആത്മസമർപ്പണത്തിന്റെയും ഒത്തുചേരലിന്റെയും മനോഹര നിമിഷങ്ങൾ സമ്മാനിച്ച് ഒമാനിലുടനീളം ഈദ് ആഘോഷങ്ങൾ തുടരുകയാണ്. ഒമാന്റെ ഗ്രാമങ്ങളിൽ പാരമ്പര്യത്തിന് തനിമ ചോരാതെയുള്ള ആഘോഷ പരിപാടികളിലാണ് മുതിർന്നവരും കുട്ടികളും. പെരുന്നാളിന് ദിവസങ്ങൾക്ക് മുമ്പ് ഹത്ത ചന്തകളിലാണ് പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമായത്. പെരുന്നാൾ ദിനത്തിൽ കുടുംബ വീടുകളിലെ സന്ദർശനം, മുതിർന്നവർ കുട്ടികൾക്ക് പണം നൽകുന്ന ഈദിയ തുടങ്ങിയവ
തലമുറകളായി ഒമാനികൾ കൈമാറി വരുന്ന രീതിയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രാമത്തിലുള്ളവരുടെ ഒത്തുകൂടലാണ്. ആഘോഷങ്ങൾക്ക് ഉത്സവച്ചായ സമ്മാനിച്ചത് ഇവിടെയാണ്. ഇതിൽ ഒമാനി നാടോടി കലകൾ, കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും ഓട്ട മത്സരങ്ങൾ തുടങ്ങിയവയാണ് നടക്കുന്നത്. കുട്ടികൾക്കായി കളിക്കോപ്പുകളും ഭക്ഷണവും വിൽക്കുന്ന താൽക്കാലിക ചന്തകളും ഉയർന്നിട്ടുണ്ട്. പുരുഷന്മാർ വാളുകൾ ആകാശത്തേക്ക് ഉയർത്തിയുള്ള അൽ റാഷ, അയ്യാല പോലുള്ള പരമ്പരാഗത നാടോടി നൃത്തങ്ങൾ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും അരങ്ങേറുന്നുണ്ട്. തന്തൂർ കുഴിയിലിട്ട ശുവപ്പൊതികൾ വലിയ ആവേശത്തോടെ തിരിച്ചെടുക്കുന്നതാണ് മറ്റൊന്ന്. പൈതൃക പ്രദർശനങ്ങൾ, ഫുഡ് സ്റ്റാളുകൾ, കലാപരിപാടികൾ തുടങ്ങി വിലായത്തുകളുടെ ഈദ് ഫെസ്റ്റിവലിലേക്ക് കുടുംബങ്ങളെയും കുട്ടികളെയും കൂട്ടി ഒമാനികൾ എത്തുന്നുണ്ട്. ഒത്തുചേരലിൻ്റെ സന്തോഷം ഈദ് അവധി തീരും വരെ തുടരും. മീഡിയ 1, മസ്കത്ത്. കുവൈറ്റ് ജനറൽ ഫയർഫോഴ്സ് ക്യാപിറ്റൽ ഗവർണറേറ്റിലെ സിനിമാ തിയേറ്ററുകളിൽ സുരക്ഷാ പരിശോധന നടത്തി. അഗ്നിപ്രതിരോധ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയായിരുന്നു പരിശോധനയുടെ ലക്ഷ്യം. തീപിടുത്തങ്ങൾ ഉണ്ടായാൽ ജീവനും സ്വത്തിനും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനും അപകടങ്ങൾ കുറയ്ക്കാനുമാണ് ഇത്തരം പരിശോധനകൾ നടത്തുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. പൊതുസ്ഥലങ്ങളിൽ സുരക്ഷാ നിലവാരം ഉറപ്പാക്കാൻ ഫയർഫോഴ്സ് തുടർ പരിശോധനകൾ നടത്തിവരികയാണ്. 12ാം അന്താരാഷ്ട്ര യോഗ ദിനം കുവൈത്തിൽ ആചരിച്ചു. ഇന്ത്യ ഹൌസിൽ നടന്ന പ്രത്യേക യോഗ സെഷനോടെ ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ പ്രാധാന്യത്തെയും നേട്ടങ്ങളെയും കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ജൂൺ 12-ന് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നു. പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് കിട്ടിയ 1 ലക്ഷം ദിർഹം ദുബായ് പോലീസിന് കൈമാറി ഇന്ത്യൻ പ്രവാസി മുഹമ്മദ് അലിയാണ് വൻതുക പോലീസിന് കൈമാറി മാതൃകയായത്. അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ആദരിച്ച ദുബായ് പോലീസ് 3 മണിക്കൂറിനുള്ളിൽ ഉടമയെ കണ്ടെത്തി പണം കൈമാറി. 1 ലക്ഷം ദിർഹം അടങ്ങിയ ബണ്ടിലും അത് കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഫോട്ടോയും എടുത്താണ് പ്രവാസി പോലീസ് സ്റ്റേഷനിലെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉടമയെ തിരിച്ചറിഞ്ഞു. ഇയാൾ ബാങ്കിൽ പോയി പണമെടുത്ത് വരുമ്പോൾ 1 ലക്ഷം ദിർഹം അടങ്ങിയ കെട്ട് കവറിൽ നിന്ന് പുറത്തേക്ക് വീഴുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ദുബായ് ഫോക്ലോർ സൊസൈറ്റി തിയേറ്റർ സംഘടിപ്പിക്കുന്ന ആദ്യ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ദുബായിലെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കാനാണ് അവാർഡുകൾ. കലാ, സാഹിത്യം, വ്യവസായം, മാധ്യമം, വിനോദം, ഫോട്ടോഗ്രാഫി എന്നിവ ഉൾപ്പെടെ നിരവധി മേഖലകളിലെ മികവുകൾക്കാണ് അംഗീകാരം. നാളെ ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഖത്തർ കമ്മിറ്റി ദൃശ്യം 3 ഫാൻസ് ഷോ സംഘടിപ്പിച്ചു. ദോഹ മുഷൈരി ഡൗൺ ടൗൺ ഗലേറിയയിലെ നോവോ സിനിമയിലായിരുന്നു പ്രദർശനം. പ്രദർശനത്തിന് മുൻപോടിയായി മോഹൻലാലിന് ജന്മദിനാശംസ നേർന്ന് കേക്ക് മുറിച്ചു. ലാൽ ചിത്രങ്ങളിലെ ജനപ്രിയ ഗാനങ്ങൾ കോർത്തിണക്കിയ നൃത്താവിഷ്കാരവും അരങ്ങേറി. വ്യവസായ പ്രമുഖരായ റസാഖ്, ജോൺ തോമസ്, അസോസിയേഷൻ ഭാരവാഹികളായ ദീപക്, അഖിൽ, ശ്രീജിത്ത്, മിനി ബെന്നി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലോകകപ്പിന് മുന്നോടിയായ അയർലൻഡിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ ഖത്തറിന് തോൽവി. ഡബ്ലിനിൽ നടന്ന മത്സരത്തിൽ 28-ാം മിനിറ്റിൽ നഥാൻ കോളിൻസ് നേടിയ ഏക ഗോളിനാണ് അയർലൻഡിന്റെ ജയം. രണ്ടാം പകുതിയിൽ ഗോൾ തിരിച്ചടിക്കാൻ ഖത്തർ മുന്നേറ്റ നിരശ്രമം നടത്തിയെങ്കിലും എതിർ പ്രതിരോധം ഉലയാതെ നിന്നു. ജൂൺ 6-ന് ലോസ് ആഞ്ചലസിൽ എൽ സാൽവദോറിനെതിരെയാണ് ഖത്തറിന്റെ അടുത്ത മത്സരം. 38ാം ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പ് നേടിയ ടീമിനെ കുവൈത്തിൽ ആദരിച്ചു. അബ്ബാസിയയിലെ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പ്രവാസ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ഔദ്യോഗിക ടൂർണമെന്റിൽ പങ്കെടുത്ത 3 വിഭാഗങ്ങളിൽ മെഡൽ നേടിയ കുവൈത്ത് ടീമിനെ മുഖ്യാതിഥി ജോയൽ ജേക്കബ് അഭിനന്ദിച്ചു. കുവൈത്തിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത 75ഓളം കുട്ടികളും രക്ഷിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അടുത്ത മാസം കശ്മീരിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിനും ടീം സെലക്ഷൻ മാനദണ്ഡങ്ങൾ ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ മുരുകയിൽ വിശദീകരിച്ചു. DK ദിലീപ്, ജിനു K എബ്രഹാം, അഷ്റഫ് ചോറോട്ടെ എന്നിവർ സന്നിഹിതരായിരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭരാത്രി നേരുന്നു. നമസ്കാരം.